അവിടെ പുതിയ സിഗ്നൽ ലഭിച്ചു എന്ന വിവരം പുറത്തു വരുന്നു. സന്തോഷ്, എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ഷമി, അതൊരു നിർണായക വിവരമാണ്. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന വിവരം നൽകിക്കൊണ്ട്, അതായത് ഈ നമുക്ക് ദൗത്യസംഘം നൽകിക്കൊണ്ടിരിക്കുന്ന വിവരത്തിൽ നിന്നും പുതിയ ഒരു അപ്ഡേറ്റ് ആയാണ് ഈ കാര്യം ലഭിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ 12:30 മുതൽ അവിടെ പുതിയൊരു സ്ഥലത്ത് തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ സിഗ്നലിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്താനുള്ള കാരണം അവിടെയുള്ള ഒരു പ്രദേശവാസി ഈ ട്രക്ക് അവിടെ മുങ്ങിപ്പോകുന്നതായി കണ്ടു എന്ന് ഇവരോട് പറഞ്ഞിരുന്നു, ഈ ദൗത്യസംഘത്തോട്. ആ വാക്ക് വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആ സ്ഥലം മാത്രം കേന്ദ്രീകരിച്ചു ഈ ഒരു ഡ്രോൺ പരിശോധന ഇന്ന് നടത്തി. ആ പരിശോധനയിലാണ് അവിടെ ശക്തമായ സിഗ്നൽ ആ ഭാഗത്ത് ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കപ്പെട്ട വിവരം. അപ്പോൾ ഒരുപക്ഷെ ഇതുവരെ നമ്മൾ നേരത്തെ ഈ ഡ്രോൺ പരിശോധനയിലും നിഗമനത്തിലും എല്ലാം കൂടി എത്തിച്ചേർന്നത് മറ്റൊരു സ്ഥലത്തായിരുന്നു ട്രക്ക് ഉണ്ട് എന്ന് കരുതിയിരുന്നത്. ഇപ്പോൾ അതിന് മറ്റൊരു തലത്തിലേക്ക് വരികയാണ്. ഇവിടെ ലഭിച്ച സിഗ്നലും ഒരു ട്രക്കിനേത് സമാനമായിട്ടുള്ള സ്ട്രോങ് സിഗ്നൽ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പറയുന്നത്. ഇതിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. അവിടെയുള്ള ഒരു പ്രദേശവാസി ഉറപ്പിച്ചു പറയുന്നുണ്ട്, അവിടെ ഈ എങ്ങനെയാണ് കണ്ടത് എന്നുള്ള രീതിയിൽ പറയുന്നത്, ഇതിൻ്റെ ക്യാബിൻ ഭാഗം ആദ്യം ഉയർന്നു നിൽക്കുന്നതായി കണ്ടിരുന്നു, പിന്നീട് ആ ക്യാബിൻ പതിയെ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നത് കണ്ടു എന്നാണ് അവിടെയുള്ള ഒരാൾ പറഞ്ഞിട്ടുള്ളത്. അതേ സ്ഥലത്ത്, അതായത് ഈ നമ്മൾ നദിയിൽ രൂപപ്പെട്ട മൺതിട്ടയ്ക്ക് തൊട്ടടുത്തായിട്ടാണ് അങ്ങനെ ഈ ലോറി താണു പോകുന്നതായി കണ്ടു എന്ന് പ്രദേശവാസി പറഞ്ഞത്. ആ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് ഡ്രോൺ പരിശോധനയിലാണ് സ്ട്രോങ് സിഗ്നൽ ആ ഭാഗത്ത് നിന്നും ലഭിച്ചിട്ടുള്ളത്. ട്രക്കിന് സമാനമായ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. നേരത്തെ ഇന്നലെ വരെ ലഭിച്ചിട്ടുള്ള സിഗ്നൽ ട്രക്ക് കിടക്കുന്നു എന്ന് പറഞ്ഞ് സംശയം പ്രകടിപ്പിച്ചിരുന്ന ആ സ്ഥലം, അത് ഈ പരിശോധനയിൽ അതിൻ്റെ ട്രക്കിൻ്റെ സമാനമായ വലിപ്പമുള്ള മെറ്റൽ ഡിറ്റക്റ്റ് ചെയ്തു എന്നതൊക്കെ ഉള്ളതായിരുന്നെങ്കിൽ, അതിനൊപ്പം ഒരു പടി കൂടി കടന്നാണ് പുതിയ സ്ഥലത്തെ സിഗ്നൽ പറയുന്നത്. കാരണം അവിടെ ഒരു പ്രദേശവാസി അത് കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട്. അവിടെയാണ് വീണ്ടും സിഗ്നൽ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് സിഗ്നലും ഇപ്പോൾ ലഭിച്ച, അതായത് ഇന്നലെ ലോറി ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചതും ഇപ്പോൾ സിഗ്നൽ ലഭിച്ചതും രണ്ടും തമ്മിൽ ഇനി ഏതാണ് എന്നുള്ളത് പൂർണ്ണമായും ദൗത്യസംഘം സ്ഥിരീകരിക്കണം. ഒരു കൃത്യമായിട്ടുള്ള കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഇവിടെയും കൂടി സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ഈ സിഗ്നൽ ലഭിച്ചു എന്നുള്ളത് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ സ്ഥിരീകരണം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചത്. അത് ട്രക്കിൻ്റേതിന് സമാനമായിട്ടുള്ള സിഗ്നലാണ് എന്നുകൂടി പറയുന്നുണ്ട്. പക്ഷേ നേരത്തെ ഇന്നലെ കണ്ട സ്ഥലത്ത് അത് ഇവിടെ നിന്നും അല്പം കൂടി മാറിയാണ്, ഒരു 40 മീറ്ററോളം മാറിയുള്ള സ്ഥലത്താണ് ഇന്നലെ ഡൗൺ സ്ട്രീമിൽ വളരെ താഴോട്ടാണ് ഇന്നലെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതാകട്ടെ ഇപ്പോൾ നമ്മൾ കറക്റ്റ് ഈ ഒരു മണ്ണിടിഞ്ഞു വീണ ഭാഗത്തിന് തൊട്ട് താഴെ തന്നെ അവിടെ മൺതിട്ട രൂപപ്പെട്ടതിന് അടുത്തായിട്ടാണ് ഈ ഒരു സിഗ്നൽ കിട്ടി എന്നിപ്പോൾ പറയുന്നത്. അത് ഇനി ഏതാണ് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരണം. വീണ്ടും ഒരു ആശയക്കുഴപ്പം വന്നത്, അതായത് നിലവിൽ ഇന്നലെ വരെ ആ ട്രക്ക് സ്ഥിരീകരിക്കപ്പെട്ട ഒരു സ്ഥലത്തായിരുന്നു ഡൈവിങ്ങിന് ശ്രമിക്കേണ്ടിയിരുന്നത്. ആ ഭാഗത്ത് കേന്ദ്രീകരിച്ചായിരുന്നു മുങ്ങൽ വിദഗ്ധർ മുങ്ങി തപ്പേണ്ടത്. ഇപ്പോൾ മറ്റൊരു സ്ട്രോങ് സിഗ്നൽ കൂടി ട്രക്കിന് സമാനമായ സിഗ്നൽ ലഭിച്ചതുകൊണ്ട് തന്നെ ഒരുപക്ഷെ രണ്ടും തമ്മിൽ കൂടുതൽ ഇനി നിഗമനങ്ങളും മറ്റ് പരിശോധനകളും നടത്തിയതിന് ശേഷം, ഉറപ്പിച്ചതിന് ശേഷം എവിടെയാണ് ഇനി മുങ്ങിത്തപ്പേണ്ടത് എന്നുള്ളത് ഒന്നുകൂടി വീണ്ടും സ്ഥിരീകരിക്കേണ്ടതായിട്ട് വരും. അത് വൈകുന്നേരത്തോടു കൂടി നമുക്ക് ആ വിവരം ലഭിക്കും. അതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അതേസമയം തന്നെ ഇന്ന് മറ്റ് ഈ നാവികസേനയുടെ നദിയിലേക്ക് ഡീപ്പ് ഡൈവിംഗ് നടത്തിയുള്ള മുങ്ങിയുള്ള പരിശോധനയൊന്നും നടത്തിയിട്ടില്ല. നദിയുടെ ഉപരിതലത്തിലുള്ള ഈ ഗംഗാവാലി പുഴയുടെ ഒഴുക്ക് മാത്രമാണ് പരിശോധിച്ചത്. കാരണം ശക്തമായ മഴയും നീരൊഴുക്കും ഇപ്പോഴും തുടരുകയാണ്. അവിടെയുള്ള നീരൊഴുക്ക് 6 നോട്ട്സിന് മുകളിലാണ്, അത് ഉയരുകയാണ്. 8 വരെയൊക്കെ ചില സമയത്ത് പോകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ലഭിച്ചിട്ടുള്ള വിവരം. എന്തായാലും 6-ന് താഴേക്ക് വന്നിട്ടേയില്ല. ഈ 6-ന് താഴേക്ക് വന്ന് നേർപകുതിയായി 3 നോട്ട്സിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ മുങ്ങിത്തപ്പിയുള്ള പരിശോധന സാധ്യമാകൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം മുതൽ പറയുന്നത്, ഈ തിരച്ചിലിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടം ഈ നാവികസേനാ വിദഗ്ധർ മുങ്ങിത്തപ്പിയുള്ള പരിശോധനയാണ്. ബാക്കിയെല്ലാം നദി ഉപരിതലത്തിൽ നിന്നുള്ള ഇമേജുകൾ പരിശോധിച്ചും മറ്റ് സിഗ്നലുകൾ കേന്ദ്രീകരിച്ചുമുള്ള പരിശോധനയാണ്. 100% നമുക്കത് ട്രക്കാണ് എന്നുള്ളത്, അർജുനൻ്റെ ട്രക്ക് തന്നെയാണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ മുങ്ങിത്തപ്പി നേരിട്ട് കണ്ടു തന്നെ ആ കാര്യം ബോധ്യപ്പെടണം. അതിന് ഇപ്പോൾ സാധിച്ചിട്ടില്ല. ഇനി നമുക്ക് ഏതായാലും ഈ ഏറ്റവും പുതിയതായി ലഭിച്ച സിഗ്നൽ കൃത്യമായിട്ടുള്ള അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. തീർച്ചയായും വൈകുന്നേരം ദൗത്യസംഘം മാധ്യമങ്ങളെ കണ്ട് ആ കാര്യങ്ങൾ വിശദീകരിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. മറ്റൊരു ഭാഗത്ത് ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് മാറ്റുന്ന പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഷമി, സന്തോഷ്, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. നമ്മൾ ഈ പുതിയ
സിഗ്നൽ കണ്ടു എന്ന് പറയുന്ന അതിൻ്റെ ഒരു ആഴവും കരയിൽ നിന്നുള്ള ദൂരവും അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഏതാണ്ട് ഇല്ല, അത് സ്ഥിരീകരിച്ചിട്ടില്ല. അത് ജിയോ മാപ്പിംഗ് ഉൾപ്പെടെ നടത്തി അതിൻ്റെ ദൂരവും ആഴവും ഇനി കൃത്യമായി കണ്ടുപിടിച്ച് വൈകുന്നേരത്തോടുകൂടി പുറത്തു വരേണ്ടതാണ്. പക്ഷേ നമുക്കുള്ള ഏകദേശ നിഗമനം ആ മൺതിട്ട എവിടെയാണെന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാം. അത് ഏതാണ്ട് നദിയിൽ നിന്ന് ഒരു 40 മീറ്ററോളം മാറിയാണ്, അതിൻ്റെ തൊട്ടടുത്താണ്. അതായത് നദിയുടെ റോഡിനും ഈ മൺതിട്ട രൂപപ്പെട്ടതിനും അടുത്ത മധ്യഭാഗത്ത് എന്ന് പറഞ്ഞാൽ കൂടുതൽ മൺതിട്ടയോട് അടുത്ത സ്ഥലത്താണ്. ഏതാണ്ട് ഒരു 30-40 മീറ്റർ നദിയിൽ നിന്നും ഉള്ളോട്ടായിരിക്കും ഇത് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കറക്റ്റ് അതിൻ്റെ എത്ര ദൂരത്തിലാണ് എന്നുള്ള വിവരം ഇനി വൈകുന്നേരം മാത്രമേ കൃത്യമായ വിവരം ലഭിക്കൂ. പക്ഷേ നമ്മുടെ ഒരു നിഗമനം അവിടെയുള്ള ഏതാണ്ട് ഇതുവരെയുള്ള കണക്കുകളെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന ഒരു 40 മീറ്റർ ഡിസ്റ്റൻസിലായിരിക്കാനാണ് സാധ്യതയുള്ളത്.